അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വുമൻസ് ഓഫ് ലൈഫ് ബിൻസി. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഓൾറെഡി തുടങ്ങി വെച്ചൊരു സെഗ്മെൻറ്റിൻ്റെ രണ്ടാം ഭാഗമാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു വീട് കണ്ടു. ഇതിപ്പോൾ വേറൊരു വീടാണ്. ഇത് കുറച്ചും കൂടി മോഡേൺ രീതിയിലൊക്കെ പണിതിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തെ സൗന്ദര്യം പോലെ തന്നെ ഉള്ളിലെ സൗന്ദര്യം ആസ്വദിക്കാം. നമുക്ക് അകത്തോട്ട് പോവാം. പിന്നെ ഈ രണ്ട് വീടുകളുടെ മുമ്പ് അപ്ലോഡ് ചെയ്ത വീടിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രീനറി ആയിരുന്നു. കംപ്ലീറ്റ് ഗ്രീനറി ചുറ്റോറും. അപ്പോൾ നമുക്ക് കഥകൊക്കെ മെല്ലെ തള്ളി തുറന്ന് അകത്തോട്ട് കയറി വീടിൻ്റെ സ്ട്രക്ചറും അവിടുത്തെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ പോന്നു. നമ്മുടെ ഈ ബ്യൂട്ടിഫുൾ ഹൗസിനുള്ളത് 3 ബെഡ്റൂമാണ്, അതേപോലെ 4 ബാത്റൂമും. അതിൽ ഒരെണ്ണം കോമണും ബാക്കി 3 അറ്റാച്ച്ഡുമാണ്. അപ്പം അങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ ഫുള്ള് സജ്ജീകരണങ്ങൾ. പിന്നെ ഒരു ഡൈനിങ് റൂമുണ്ട്. പിന്നെ ഡൈനിങ്ങിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വാഷ് ബേസിനും അവിടെ ഒരു ഞാൻ പറഞ്ഞ കോമൺ ടോയ്ലറ്റ് അവിടെയാണുള്ളത്. അപ്പോൾ അവിടെയൊക്കെ നേരെ ഭക്ഷണമൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകാനൊക്കെ ആയിട്ടാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല മിററൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ മെയിൻ ഒരു അട്രാക്ഷനാണ് ഫുള്ള് സൺലൈറ്റാണ്. എവിടെ നോക്കിയാലും നമുക്ക് നല്ല സൺലൈറ്റ് അകത്തോട്ട് കിടക്കുന്ന പോലെയാണ് ഇതിൻ്റെ പണിതേക്കണത് ഫുള്ളായിട്ട്. പിന്നെ ഈ വീടിൻ്റെ മറ്റൊരു അട്രാക്ഷൻ, ഈ ഒരു പോയിൻ്റ് എല്ലാവർക്കും നോട്ട് ചെയ്യാം കേട്ടോ. അതായത് ഇതിൻ്റെ ഹാളിൽ നിന്ന് ഡൈനിങ് റൂമിലേക്കുള്ള എൻട്രൻസ്, അതേപോലെ ഡൈനിങ് റൂമിൽ നിന്ന് നമ്മുടെ ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കുള്ള എൻട്രൻസുകൾ, ഇതിനൊക്കെ ഭംഗി കൂട്ടാനുള്ള കാരണം ഇത് ലിൻഡൽ ഹൈറ്റിനേക്കാളും കുറച്ചും കൂടി ഉയർത്തിയിട്ടാണ് പടുന്നേക്കണേ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വെച്ചിരിക്കുന്ന ഫോട്ടോ ഫ്രെയിമുകളും അല്ലെങ്കിൽ എന്തൊക്കെ ഡെക്കറേഷനായാലും അതിനൊരുപാട് അട്രാക്ഷൻ തോന്നിക്കുന്നതും പിന്നെ എവിടെ ഇരുന്ന് നോക്കിയാലും കാണാൻ പറ്റുന്നതിൻ്റെ ഒക്കെ ഒരു കാരണമാണ് നമ്മുടെ ഈ ഹൈറ്റ്. ലിൻഡൽ ഹൈറ്റിനേക്കാളും കുറച്ചുകൂടി ഉയർത്തിയിട്ടാണ് പണിതേക്കണേ. അപ്പോൾ ഈ ഒരു മെയിൻ പോയിൻ്റ് എല്ലാവരും നോട്ട് ചെയ്തോട്ടെ. വീടൊക്കെ പണിയുമ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു ഭംഗി കിട്ടും. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് താഴത്തെ 2 ബെഡ്റൂമാണ്. ഇപ്പോൾ അതിലൊരു ബെഡ്റൂമിൽ നമ്മളൊരു ടേബിളൊക്കെ ഉള്ളൊരു സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വർക്ക് ചെയ്യാനൊക്കെ പാകത്തിന്. അതുപോലെ അടുത്ത ബെഡ്റൂമിലാണ് ഈ കിഡ്സിൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ളൊരു സ്പേസ് വരെ കട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കട്ടിലുകളൊക്കെ ഈ മോഡലിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് സ്പേസ് കിട്ടും ഫോണൊക്കെ വെക്കാനായിട്ട്. പിന്നെ ഈ വീടിനുള്ളത് 2 കിച്ചണാണ്. ഇത് ആദ്യത്തെ ഒരു മോഡുലർ കിച്ചണാണ്. ഫുൾ ഇൻറ്റീരിയറൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ചിമ്മിനിയൊക്കെ ഉള്ള ഒരു അടിപൊളി കിച്ചൺ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കിച്ചൺ നമുക്കിപ്പോൾ കാണാം.
അപ്പോൾ എല്ലാവരും ഉള്ള പോലെ തന്നെ ഫസ്റ്റത്തെ കിച്ചൺ മോഡുലർ കിച്ചണും ഗ്യാസ് സ്റ്റവൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതും രണ്ടാമത്തെ നമ്മുടെ പുകയില്ലാത്തൊരു അടുപ്പാണ്. അപ്പോൾ വിറകൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു അടുപ്പാണ്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ ഏതാണ്ട് കവർ ചെയ്തതിന് ശേഷം നമുക്കിനി മുകളിലോട്ട് പോകാം. അപ്പോൾ മുകളിൽ പോകുന്ന സ്റ്റെയർ കേസിലൊക്കെ നല്ല വെളിച്ചമാണ്, പ്രത്യേകിച്ച് ലൈറ്റും കാര്യങ്ങളൊന്നും ഇടണ്ട. കയറി പോകുമ്പോൾ തന്നെ വലിയൊരു വിൻഡോ നമുക്ക് ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് കാണാം. പിന്നെ കുഞ്ഞു കുഞ്ഞു ഫോട്ടോ ഫ്രെയിമുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ആ ഒരു ഭംഗി കൂട്ടുന്നുണ്ട്. ഈവൻ ആ വൈറ്റ് പെയിൻറ്റിൽ ആ ഡെക്കറേഷനൊക്കെ വന്നപ്പോൾ. അങ്ങനെ മുകളിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. അപ്പോൾ ബെഡ്റൂമിൻ്റെ ഫിനിഷിങ് വർക്കൊക്കെ ബാക്കിയുണ്ട്, കാരണം ഇതൊരു പുതിയ വീടാണ്. കുറച്ചുകൂടി വർക്കുകളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പുറത്തോട്ടുള്ള 2 ഡോറുണ്ട്. അപ്പോൾ ഒരെണ്ണം മുമ്പിലത്തെ ബാൽക്കണി പോലെ വരുന്നതും പിന്നെ ഒരെണ്ണം സൈഡിലോട്ടും. അപ്പോൾ നമുക്കിനി അതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെ കാഴ്ചകളെന്ന്. ഞാൻ ഈ വീടിൻ്റെ വീഡിയോ എടുക്കുന്ന ടൈമിൽ നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയത്ത് ആ ബാൽക്കണിയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ പുറത്തോട്ട് കാണാൻ. ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് പച്ചപ്പായിരുന്നു. അപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല രസമായിരുന്നു പുറത്തോട്ട് നോക്കിയിരിക്കാൻ. അങ്ങനെ ഒരുവിധം മുകളിലത്തെ സ്പേസൊക്കെ കവർ ചെയ്ത് ഞാൻ മെല്ലെ താഴോട്ട് വന്നു. കാരണം എനിക്ക് ഈ വീടിനെ പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി അറിയണമെന്നുണ്ട്. അപ്പം ഞാൻ നമ്മുടെ ചേച്ചിയുടെ അടുത്ത് ചോദിക്കുവാണ് ഈ വീടിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ. ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ഈ ന്യൂ മോഡേൺ ലുക്കിലുള്ള ഈ വീടിന് എത്രയായി ടോട്ടൽ ഒരു എക്സ്പെൻസ്? ഏകദേശം 45 ലക്ഷം രൂപയുടെ അടുത്ത് വരും. 45 ലക്ഷം അല്ലേ? പിന്നെ ഇത് ശരിക്കും ആരുടെ ഐഡിയ ആയിരുന്നത് മൊത്തം ഇങ്ങനൊരു വീടുണ്ടാവണം? ഈ വീടിന്റെ പ്ലാന്, ഇന്റീരിയർ എല്ലാതും എൻ്റെ ഹസ്ബൻഡിന്റെ ഐഡിയ ആണ്. അതെ, ആളാണോ ഫുള്ള് ഇരുന്ന് ചിന്തിച്ച് കൂട്ടി വരച്ചെടുത്ത്? ആളാണ് ഫുള്ള് ചിന്തിച്ച് കൂട്ടി വരച്ചെടുത്തത്. ഓ, പിന്നെ ഈ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ ആയിട്ട് തോന്നിയൊരു സംഭവമായിരുന്നു ഈ ഡെക്കറേഷൻ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇത് കാണാം. ഇത് ഞങ്ങള് ഈ ഫോട്ടോ ഫ്രെയിം തൃശ്ശൂർ പുഴയ്ക്കൽ എന്നൊരു കടയിൽ മേടിച്ചതാണ്. എന്നിട്ട് അതിന്റെ പുറകിലെ ലൈറ്റ് ഞങ്ങൾ സെറ്റ് ചെയ്തതാണ് ഇലക്ട്രീഷ്യനോട് ചെയ്തത്. അപ്പൊ ഈ ഒരു ഡിസൈനിന്റെ ചിന്ത അതെങ്ങനെ നിങ്ങൾക്ക് കിട്ടി? ഇവിടെ ഇങ്ങനെ ഒരു സാധനം ചെയ്യാം കയറി വരുമ്പോ? ഇവിടേക്ക് അനുയോജ്യമായ ഒരുപാട് ഫോട്ടോ ഫ്രെയിമുകൾ ഞങ്ങൾ അന്വേഷിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഫോട്ടോ മാത്രമേ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു ലൈറ്റും കൂടി അതിന്റെ പുറകിൽ വന്നാൽ നല്ല ഭംഗി ഉണ്ടാവുന്ന ഹസ്ബൻഡിന്റെ ഒരു ഐഡിയ തോന്നിയ കാരണം ഞങ്ങൾ വെച്ചു ഇങ്ങനെ ആക്കിയത്. ഇത് ടോട്ടൽ എത്ര സ്ക്വയർ ഫീറ്റ് ആയിരുന്നു നമ്മുടെ വീട്? 2000 സ്ക്വയർ ഫീറ്റ്. അപ്പം 45 ലക്ഷത്തിന് അടുത്തൊക്കെ ആയപ്പോൾ നമുക്കിതിന് കിട്ടി. പിന്നെ ഇതിൻ്റെ ഈ വുഡൻ വർക്ക്സ് ഒക്കെ ഇല്ലേ, ഈ കിച്ചണിൻ്റെ ഇൻറ്റീരിയർ, ഇത് ആക്ച്വലി എവിടെ നിന്നായിരുന്നു നിങ്ങളുടെ കിച്ചൺ ഇൻറ്റീരിയേഴ്സ് ചെയ്തത്? ഇത് ആശാരി പണിതതാണ്, അല്ലാതെ മറ്റേ ഇന്റീരിയർക്കാർക്ക് കൊടുത്തിട്ട് ചെയ്തതല്ല. അല്ല, അപ്പൊ ഇതിന്റെ ഡിസൈൻ നമ്മൾ പറഞ്ഞു കൊടുത്ത കളർ കോമ്പിനേഷൻ ഹസ്ബൻഡ് പറഞ്ഞിട്ട് ആളെല്ലാം കളർ കോമ്പിനേഷനും അല്ലാതെ ആള് പറഞ്ഞ ആളുടെ ഐഡിയയില് ആശാരി ഉണ്ടാക്കി. അപ്പോൾ ചേട്ടൻ്റെ ഐഡിയയിലാണ് നമ്മുടെ ഫുള്ള് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വന്നേക്കണം. പിന്നെ ഈ ലൈറ്റ് ഇതുകളൊക്കെ ചേട്ടൻ്റെ ഐഡിയ ആണ്, പ്ലാനുകൾ. അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. പിന്നെ ഇവിടുത്തെ വീടിൻ്റെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഫീൽ ചെയ്തത് ഇങ്ങനത്തെ ഫുള്ള് സൺലൈറ്റ് കിടക്കാനുള്ള സ്പേസുകൾ. ഇപ്പോൾ ഈവൻ നമ്മുടെ സ്റ്റെയർ കേസിൽ കയറി പോകുമ്പോഴായാലും മുകളിലായാലും എല്ലായിടത്തും ഫുള്ള് ലൈറ്റ്സ് കിടക്കാനുള്ള ഇതുണ്ടായിരുന്നു. അതെങ്ങനെ ഈ ഐഡിയയും കാര്യങ്ങളൊക്കെ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡൈനിങ് റൂമിന് വിൻഡോസ് കുറവാണ്. അതുകൊണ്ട് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പർഗോള എന്നുള്ള ഓപ്ഷൻ കൊടുത്തത്. ഓക്കെ, അപ്പം മൊത്തത്തിൽ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, വീട് ഫുള്ള് സൺലൈറ്റ് എങ്ങനെയും കിടക്കണം, അങ്ങനെ ലൈറ്റ് മൊത്തത്തിൽ വെളിച്ചം വേണമെന്നുള്ളൊരു ഉണ്ടായിരുന്നു. ഇരുണ്ട് നിൽക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഒരുവിധം എല്ലായിടത്തും ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ സൺലൈറ്റ് കിടക്കാൻ പാകത്തിനുണ്ട്. ഇവിടെ വളർത്തപ്പോൾ ഞങ്ങൾക്ക് കോണി റൂമിനും കൂടെ ആയാലും
ചിന്ത വന്നു. പിന്നെ മുകളിലെത്തിയപ്പോഴും ഇങ്ങനത്തെ കുറച്ച് പുറത്ത് ബാൽക്കണിയിലേക്ക് കിടക്കണോടത്തൊക്കെ ചെറിയ വിൻഡോസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നല്ല രസമായിട്ട് ഭംഗിക്ക്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് ഇത് നമ്മൾ മേടിച്ചാണോ ഈ ഒരു? ഓഹോ, എനിക്കിത് ഉണ്ടാക്കിയ ശില്പീനെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ വീഡിയോയിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാണിക്കണില്ല. എന്തായാലും രസമുണ്ട്. ക്യാൻവാസ് ഓൺലൈനിൽ മേടിച്ചിട്ട് നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് കൊണ്ട് ലൈൻ ഇട്ടതാണത്. അതിന്റെ മുകളില് ഗോൾഡൻ കളർ പെയിന്റിംഗ് ബ്രഷ് വെച്ചിട്ട് അരച്ചു കൊടുത്തത്. അപ്പൊ ഇത് മെയിൻ ഈ പടം ഇവിടെ നല്ല സൂട്ടായിട്ട് വരുന്നത് ഈ വൈറ്റും യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ യെല്ലോ കളറിൽ ബ്ലാക്ക് വരുമ്പോ നല്ല അട്രാക്ഷൻ ആയിട്ടുണ്ട് സംഭവം. ഞാൻ ചെയ്തതാണ്. അതെ. പിന്നെ ഇത് ഇവിടുത്തെ ഡിസൈനും ഇതൊക്കെ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചേക്കണല്ലേ. ആള് കൺസ്ട്രക്ഷൻ ഏരിയ ആയതുകൊണ്ട് ആൾക്ക് ഇതിനെ പറ്റി ഐഡിയ ഉണ്ട്. ആ, അപ്പൊ അങ്ങനത്തെ ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. ആളിങ്ങനെ കമ്പ്യൂട്ടറിൽ ഇതിന്റെ 3D ഒക്കെ ചെയ്ത് ചേട്ടൻ 3D ഒക്കെ അറിയായിരുന്നു അല്ലെ, ക്യാഡും കാര്യങ്ങളൊക്കെ. അപ്പൊ 3D ചെയ്ത് ഇനി ഇതിനൊരു ഡോറ് വെക്കണം, പക്ഷെ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കണത് രസം ഒന്ന് ഫീൽ ചെയ്യണം, കാണാലോ ഷോക്കേസ് ഇങ്ങനെ ലൈവായിട്ട്. അപ്പൊ ഇതാണ് ചേട്ടനും ചേച്ചിയും, അവരുടെ വെഡിങ്ങിന്റെ പിക്ചറാണ്. ഇവർ രണ്ടുപേരുടെയും ഐഡിയാസ് ആണ് ഇതിൽ ഫുള്ള് നിറഞ്ഞിരിക്കണേ. ഓ, ഇതെങ്ങനെ ഈ ഐഡിയ കിട്ടിയത്? ഐഡിയ ഇട്ടതല്ലേ? ഓ, അപ്പൊ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഓൺലൈൻ കിട്ടും, നിങ്ങൾ ഫിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു. അത് ഭയങ്കര വെറൈറ്റി ആണ്. എവിടെയും നമ്മൾ ഇങ്ങനത്തെ ഒരു ക്ലോക്ക് കണ്ടിട്ടില്ല. അത് ഗ്രീനിലൊക്കെ വന്നപ്പോ ഭംഗി വന്നേക്കണേ. പിന്നെ ഈ ലൈറ്റ്സ് ഒക്കെ നിങ്ങൾ ചൂസ് ചെയ്യണതായിരുന്നോ ഇതിൽ വെച്ചേക്കണ ലൈറ്റ്സുകളും കാര്യങ്ങളൊക്കെ? ഹൈലൈറ്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ഡിസൈനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ ഇതിനെ പറ്റിയുള്ള ഇൻഫർമേഷനൊക്കെ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഡിസൈൻ മൊത്തം ചേട്ടനായിരുന്നു, പിന്നെ നമ്മുടെ വേറൊരു ചേട്ടൻ വിൽച്ചേട്ടനായിരുന്നു ഇതിൻ്റെ മൊത്തം കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങളോ ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിനി വേറൊരു വീടായിട്ട് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.